ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ 63-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ആക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇന്ന് ലോകമെമ്പാടുമുള്ള അമ്മമാർക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മായിയമ്മയ്ക്കും എൻ്റെ മക്കളുടെ അമ്മയെ എനിക്കും ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ലാലേട്ടനും വന്നും അമ്മയെക്കുറിച്ചിട്ട് വളരെ മനസ്സിൽ തട്ടുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തണൽ നൽകുന്ന ആൽമരം പോലെയാണ് ഓരോ അമ്മമാരും. ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും ഒരുപോലെയാണ്. എൻ്റെ മനസ്സ് വേദനിച്ചാൽ അമ്മ കൃത്യമായിട്ടും ചോദിക്കും, എന്തു പറ്റി മക്കളെ? അമ്മ എനിക്ക് വാക്കുകൾക്കും അതീതമായ ഒരു അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ലാലേട്ടൻ നമ്മുടെ സ്റ്റേജിലേക്ക് വരികയാണ്. സാധാരണ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിൽ നിന്നാണ് വരുന്നത്, പക്ഷേ ഇന്ന് ബേക്ക് നടന്നു പോയിട്ടാണ് എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള അമ്മമാരെ ആദരിക്കുന്ന ദിവസമാണിന്ന്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ മക്കൾ ചെയ്യുന്നു. ബിഗ് ബോസിനകത്ത് അമ്മമാരെ കാണാതെ, അമ്മമാർ മക്കളെ കാണാതെ, അവർ ടി വിയിൽ കാണുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കണ്ടസ്റ്റൻ്റ് അമ്മമാരെ കാണുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് വന്നിട്ടുണ്ട്. ഹായ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കറിയാവോ? ഇന്ന് മദേഴ്സ് ഡേ ആണ്. ഹാപ്പി മദേഴ്സ് ഡേ എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരെ കാണണോ? അപ്പോൾ എല്ലാവർക്കും സന്തോഷം. അയ്യോ, അമ്മമാർ നമ്മളെ കാണുന്നു, അല്ലെ നമുക്ക് അമ്മമാരെ കാണുന്നു. അവർ തീർച്ചയായിട്ട് കാണുകയാണല്ലോ. ഇപ്പം മക്കളെ എന്തായാലും അമ്മമാർ വീട്ടിലിരുന്ന് കാണുന്നുണ്ട്, പക്ഷേ അമ്മമാരെ ഇവർ കാണുന്നില്ലല്ലോ. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അപ്സര അമ്മയാണ് കേട്ടോ. അപ്സര അമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ നിനക്ക് സുഖമാണോ? നിന്നെ ആദ്യമായിട്ട് കിട്ടിയ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ദൈവം തന്നതാണ് എനിക്ക് നിന്നെ. എനിക്ക് ചെയ്യാൻ പറ്റാത്ത എൻ്റെ മക്കൾ ചെയ്യുന്ന രീതിയിൽ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഇവർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ലെറ്റർ എഴുതാനും കവിത എഴുതാനും. അപ്പോൾ ആ ലെറ്റർ റൗണ്ടാണ് അമ്മമാരെ കുറിച്ചിട്ടുള്ള കത്തുകളാണ് കേട്ടോ. അപ്സര പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ മകളായി തന്നെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ്, ജനിക്കണം എന്ന രീതിയിലാണ് അപ്സര പറഞ്ഞിരിക്കുന്നത്. അടുത്ത അൻസിബയുടെ അമ്മയാണ്. അതുപോലെ അൻസിബയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ പിരിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നത്. അനിയൻ കുട്ടന്മാരുടെ പേരൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അടുത്ത സിജോയുടെ അമ്മ, ആ മകനെ നീ നന്നായി കളിച്ചൊരു നിനക്കൊരു ഇങ്ങനെ ഒരു ഒരു ആക്സിഡൻറ്റ്, അതായത് അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത്. അതുണ്ടായിട്ട് പോലും നീ വീട്ടിൽ വരാതെ നീ അവിടെ ഈ ഗെയിമിന് വേണ്ടി നിന്നു, നന്നായിട്ട് കളിച്ചു വരുന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് കത്ത് വായിക്കുന്ന സിജോനെങ്കിൽ, ഞാൻ വയറ്റിലുള്ളപ്പോൾ അമ്മ പറഞ്ഞത് എനിക്കറിയാം, ഒരു ആൺകുഞ്ഞ് ജനിക്കണേ എന്ന അമ്മയുടെ പ്രാർത്ഥന. എൻ്റെ മോൻസി അമ്മയ്ക്ക് ഒത്തിരി ഉമ്മയുണ്ട് എന്ന രീതിയിൽ ഇവിടുത്തെ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കത്ത് എഴുതിയിരിക്കുന്നത്. സിജോയ്ക്ക് ശേഷം ഋഷിയുടെ അമ്മയാണ് കേട്ടോ. മോനെ നീ നന്നായിട്ട് കളിച്ചു വരും, സ്ട്രോങ് ആയിട്ട് കളിക്കൂ എന്ന രീതിയിൽ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഋഷി, അമ്മ എനിക്കിവിടെ പരമസുഖം, അമ്മയ്ക്ക് സുഖമാണോ? ഇവിടെ നിന്നപ്പോഴാണ് അമ്മയുടെ വില ഞാൻ അറിയുന്നത്. ദൈവം കൂടെയുണ്ട് അന്നും ഇന്നും എന്നും എന്ന രീതിയിൽ ഋഷി സംസാരിക്കുന്നുണ്ട്, കത്ത് വായിക്കുന്നുണ്ട്. ഋഷിക്ക് പ്രത്യേകിച്ച് അമ്മയുടെ പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കത്ത് വായിക്കുന്നത് കേട്ടോ. അതിനുശേഷം അർജുൻ്റെ അമ്മയാണ് കേട്ടോ. മോനെ നിനക്ക് സുഖമാണോ? നീ നല്ലൊരു മോനാണെന്ന രീതിയിൽ തന്നെയാണ് അർജുൻ്റെ അമ്മയും പറയുന്നത്. അർജുൻ പറയുന്ന, അമ്മയ്ക്ക് ഞാൻ ജിമ്മിക്ക് കമ്മൽ വാങ്ങിച്ചു തരും, പിന്നെ അമ്മയെ കൊണ്ട് ഒരുമിച്ചൊരു വിമാനയാത്ര കൊണ്ടുപോകും. നിങ്ങളുടെ മകനായി ജനിക്കാൻ പറ്റിയതിൽ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന രീതിയിൽ തന്നെയാണ് അർജുൻ സംസാരിക്കുന്നത്. ഈ സമയം ശ്രീധുവിനെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധുവിൻ്റെ അമ്മയാണ്. ശ്രീധുവിനെ വിഷ് ചെയ്തതിന് ശേഷം ശ്രീധു തിരിച്ചും ഹാപ്പി മദേഴ്സ് ഡേ വിഷ് ചെയ്തിട്ട്, നിങ്ങൾ ഒഴുങ്കായി ഹെൽത്ത് നോക്കൂ, ഞാൻ ഇവിടെ എന്നെ നോക്കാം, അതുവരെ ഒന്ന് അടങ്ങിയിരിക്കും എന്ന രീതിയിൽ ജസ്റ്റ് ഫണ്ണായിട്ട് ശ്രീധു സംസാരിക്കുന്നുണ്ടായിരുന്നു. തമിഴ് മലയാളം കലർന്ന രീതിയിൽ തന്നെയാണ് ശ്രീധു സംസാരിച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ നന്ദനക്കുട്ടിയുടെ അമ്മയാണ് കേട്ടോ. മോളെ, അമ്മ എന്നും നിന്നെ കാണുന്നുണ്ട്. അതിനുശേഷം കത്ത് നമ്മുടെ നന്ദനക്കുട്ടി വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശാരദ മോൾക്ക് നന്ദക്കുട്ടൻ എഴുതുന്ന കത്ത്. അമ്മേനെ ശാരദ എന്ന് വിളിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇത്രയും അമ്മയും മകളും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ട്. ഒരു കോമണായിരുന്ന രീതിയിൽ മത്സരിച്ച് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് കേട്ടോ. അമ്മ വീട്ടുവേലയൊക്കെ ചെയ്ത് നോക്കുന്ന ഒരു മോളാണ്. അപ്പോൾ അത്രയും ഒരു ആത്മബന്ധം അവർക്കിടയിലുണ്ട്. എൻ്റെ ലക്ഷ്യം നമുക്കൊരു വീടാണ്, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ അഭിഷേക് ശ്രീകുമാറുണ്ട്. അമ്മയുടെ ചേച്ചിയാണ് ഒന്ന് വിഷ് ചെയ്തിരിക്കുന്നത്. അമ്മയില്ലല്ലോ. എനിക്ക് കഴിഞ്ഞ വർഷം സാഗറിൻ്റെ ലെറ്റർ ഓർമ്മ വന്നു കേട്ടോ, കഴിഞ്ഞ BB സീസൺ 5. എന്തായാലും അഭിഷേക് ശ്രീകുമാർ കത്ത് വായിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ലെറ്ററാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. 3ാം ക്ലാസ് വരെയുള്ള ഓർമ്മയെ എനിക്കുള്ളൂ. അമ്മ ബ്ലഡ് ഛർദ്ദിക്കുന്നതും അവസാനം വെള്ളത്തുണിയിൽ പുതിഞ്ഞു വെക്കുന്നതും. ഞാൻ എന്ന വ്യക്തി ഒരു ലഹരിക്കും അടിമയില്ല. അങ്ങനെ ചെയ്താൽ ആൾക്കാർ പറയും, അവൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു. അങ്ങനെ ഒരു ചീത്തപ്പേര് എൻ്റെ അമ്മയ്ക്ക് ഞാൻ വരുത്തി വെച്ചിട്ടില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നു. ലാലേട്ടനോട് പറയുന്നു, ശത്രുത കാണിച്ചാൽ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് എനിക്കിഷ്ടമല്ല. ഇന്നലെ തന്നെ എനിക്ക് വയ്യായിരുന്നു,
സായിക്ക് മാത്രമേ അത് അറിയുള്ളൂ. എൻ്റെ പ്രശ്നം ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല. അതിനെ മുതലെടുക്കാൻ ഇവിടെ ആരും ശ്രമിക്കേണ്ട, കണ്ടസ്റ്റ് ആയാലും അതുപോലെ ഗസ്റ്റ് ആയാലും. ഇന്നലെ സാബു പറഞ്ഞില്ല അവിടെ ഒരുത്തരെ എന്തിനാ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കോലം കെട്ടിയെന്ന രീതിയിൽ. അത് ഭയങ്കര അഭിഷേക് സുകുമാർ വിഷമിച്ചു. അതിന് വേണ്ടിയിട്ട് ഇന്ന് പറയുന്നുണ്ട് കേട്ടോ, എന്നെ ആരും മുതലെടുക്കാൻ ശ്രമിക്കേണ്ട, അത് കണ്ടസ്റ്റൻ്റ് ആയാലും ഗസ്റ്റ് ആയാലും എന്ന രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോയുടെ അമ്മയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ജിൻഡോ കത്ത് വായിക്കുന്നത്, അമ്മച്ചിക്ക് സുഖമില്ലാതായപ്പോൾ അപ്പച്ചന് അമ്മച്ചിയൊരു സ്നേഹമുണ്ട്, പിന്നെ അപ്പച്ചൻ ഇച്ചിരി അടിക്കാൻ മെട്രി കോട്ടയിൽ എന്തോ സാധനം കിട്ടും, അത് അടിക്കാനെങ്കിൽ അമ്മച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും പിണങ്ങുവാണെങ്കിൽ അത് എൻ്റെ കണ്ണാണെന്ന് അറിയുന്നത്, പിന്നെ ഇവിടെ ഉള്ളവരുടെ വഴക്ക് കണ്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന സമയത്ത് അൻസിബയും അഭിഷേക് സുകുമാരും നോറ റസ്മിനൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്നേഹത്തിൽ പോകുന്നുള്ളൊരു ചിരി തന്നെയായിരുന്നു. അൻസിബ അഭിഷേക് സുകുമാർ നോറ റസ്മിനും ഓക്കെ അവർ ചിരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ജിൻഡപ്പനെ വായിക്കുന്ന കത്തിങ്ങനെ ലാലേട്ടൻ ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ദേഷ്യം കുറഞ്ഞു വരുന്നു, വാശി കൂടി, കപ്പ് വാങ്ങണം എങ്ങനെയെങ്കിലും എന്ന രീതിയിൽ. അതിനുശേഷം ജാസ്മിൻ്റെ അമ്മേനെ കേട്ടോ മോളുടെ സ്കൂൾ വിശേഷങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നു. ചിന്നുമോളെ നിനക്ക് സുഖമാണോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അമ്മയ്ക്ക് സുഖമാണോ, എനിക്ക് വയ്യ എങ്കിലും ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കും, ഞാൻ ഗില്ലാടിയല്ലേ, ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗബ്രി, അവൻ പോയി, ഇവിടെ ആര് റിയൽ എല്ലാം മുഖംമൂടിയാണ്, എൻ്റെ പെട്രോൾ തീർന്നിരിക്കുകയാണ്, ഞാൻ തളർന്നു പോയി, അവൻ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ പോയിരിക്കുകയാണ്, ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയിലൊക്കെയാണ് കത്ത് വായിക്കുന്നത്. എന്തായാലും ഇന്നത്തെ റൗണ്ട് എന്ന് പറയുമ്പം അമ്മമാരുടെ ഹാപ്പി മദേഴ്സ് ഡേ ആയതുകൊണ്ട് മക്കളും അമ്മമാരും തമ്മിലൊരു അഭേദ്യ ബന്ധമാണ്. സായി അടിപൊളിയായിട്ട് സായിയുടെ അമ്മ വന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ, ഇവൻ കുഞ്ഞിലെ പാത്രത്തിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ് ഫുഡ് എടുക്കുന്നത്. എന്തെങ്കിലും ഒരു പൊതി കണ്ടു കഴിഞ്ഞാൽ അത് തൂക്കി നോക്കും, വെയിറ്റ് അത് തൂക്കി നോക്കിയിട്ട് ആ വെയിറ്റ് കൂടുതലുള്ളത് ഇവനെടുത്ത് കഴിക്കും എന്ന രീതിയിൽ സായി സംസാരിക്കുന്നു. അതിനുശേഷം അമ്മമ്മയെ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, അമ്മമ്മ എന്നെ നന്നായി നോക്കിയിട്ടുണ്ടെന്ന രീതിയിൽ ഞാൻ ഇനി പഴയ കണ്ണനാകും, സീക്രട്ട് എന്ന് പറയുന്ന ഏജൻറ്റ് അങ്ങനെ ഞാൻ ആകില്ല, അമ്മയും ഭാര്യയും നല്ല രീതിയിൽ പോകണം, അമ്മ വിളിക്കുമ്പോൾ വേറെ മോഡ്, ഭാര്യ വിളിക്കുമ്പോൾ വേറെ മോഡ്, അതായത് ഒരു അമ്മയും മകളും മരുമകളും തമ്മിൽ അത്ര സുഖത്തിലല്ല, സ്നേഹ പ്ലസ് അമ്മ, സമാധാനം ഫോർമി എന്ന രീതിയിലാണ് സായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടനും ചിരിച്ചു, കണ്ടസ്റ്റന്റും എല്ലാം ചിരിച്ചിട്ടുണ്ട്. ഹൗസിനകത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് മനുഷ്യനാകാൻ പറ്റിയത്, എനിക്കിനി മോശപ്പെട്ട സായി എന്ന് പറഞ്ഞത് വേണ്ട, അത് ഞാൻ കീറിക്കളയുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്, കത്ത് വായിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നോറയുടെ അമ്മയാണ്, നീ ചെറുപ്പത്തിൽ ഒന്നും വാശി പിടിക്കാതെ വളർന്ന നല്ല മോളാണെന്ന രീതിയിൽ. അപ്പോഴത്തേക്ക് കത്ത് വായിക്കുന്നുണ്ട്, അമ്മ നിങ്ങൾ എനിക്ക് ഷോയിൽ അവസരം കിട്ടാതിരിക്കുക നേർച്ചയിടും എന്ന് പറഞ്ഞത് അമ്മ ഓർക്കുന്നുണ്ടോ, ആഴ്ചയിൽ ലാലേട്ടൻ വന്ന് എൻ്റെ തെറ്റുകൾ ചൂണ്ടി പറയുമ്പോൾ എനിക്ക് ഉമ്മയും വാപ്പയും ഓർമ്മ വരുമെന്ന രീതിയിൽ കത്ത് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ശ്രീരേഖയുടെ അമ്മയാണ് സംസാരിച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കത്ത് വായിക്കുന്നു. 2 മാസമായി അമ്മയെ കണ്ടിട്ട് എനിക്കിവിടെ മകളെ കരുതുവാൻ നന്ദന എന്ന കുട്ടിയുണ്ട്, ഒരു കുഞ്ഞമ്മ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ചു എത്രയും പെട്ടെന്ന് ഒരു ശ്രീരേഖ അമ്മയാകാൻ കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം റസ്മിൻ്റെ അമ്മയാണ്, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾ എന്തേലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാകും, വഴക്ക് പറയുമ്പോൾ മണിയുടെ നാടൻ പാട്ടുപാട്ട് അവൾ എന്നെ ചിരിപ്പിക്കുന്ന രീതിയിൽ എന്നെ കത്ത് വായിക്കുന്നുണ്ട്. അമ്മയ്ക്ക് സുഖമാണോ, കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ഇൻസിഡൻറ്റ് കണ്ട് അമ്മ എന്നോട് ദേഷ്യപ്പെടരുത്, എനിക്കിവിടെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നോറ, റസ്മിൻ, ഗബ്രി, അർജുൻ, ശ്രീതു എന്നൊക്കെ പറയുന്നുണ്ട്. ചില സമയത്ത് ഞാൻ ചിന്തിക്കും, നോറ പറയുമ്പോൾ ഓപ്പണായി പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഉമ്മച്ചി എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, ഉമ്മി ജാസ്മിൻ്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് വേണ്ടി സോറി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം ലാലേട്ടൻ എല്ലാവർക്കും ഒറ്റ കൂടി വിഷ് ചെയ്തിട്ട് ബ്രേക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയം നമ്മുടെ നോറയും ശ്രീതു റസ്മിനും കൂടി വാഷ്റൂം ഏരിയയിൽ പോയിട്ടുള്ള അവരൊരു കോൺവെർസേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നോറ പറയുന്നു, ജാസ്മിൻ്റെ വീട്ടുകാരെ വിളിച്ച് നീ സോറി പറയാൻ പറഞ്ഞില്ല, അത് എനിക്ക് ഇഷ്ടമായി, നന്നായിട്ട് നീ ചെയ്തു എന്ന രീതിയിൽ സംസാരിക്കുന്നു. ജാസ്മിനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും സ്നേഹമുണ്ട്, റസ്മിൻ എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറഞ്ഞു, പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഓപ്പണായിട്ട് ഇവിടെ ഇവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റില്ല, എല്ലാവരും ഗെയിമാണ് കേട്ടോ. പിന്നെ അപ്സരയെ നന്ദനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദന ചോദിക്കുന്നത്, അമ്മ KPC നാടക സമിതിയിൽ ഉണ്ടായിരുന്നില്ല? അപ്സര ഉണ്ട്, ഹിന്ദി സിനിമയെ പോലെയാണ് പണ്ടത്തെ KPC എന്ന് പറയുന്നത്. രണ്ടുപേരും അങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. റസ്മിന് ഹഗ് ചെയ്ത് ഉമ്മയൊക്കെ കൊടുത്ത് അവർ സോറിയൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു ഗെയിമിൻ്റെ ഭാഗത്താണ് ഇവർക്ക് ഈ ദേഷ്യവും വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടോ. അതൊക്കെ കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ മാറുന്നുണ്ട്. പക്ഷേ നന്ദന അമ്മയുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട്, അമ്മയുടെ ചുന്ദരി ഇവിടെ ഉണ്ട്, ഫോട്ടോ എടുത്ത് കരയിലെ ശാരദ എന്ന രീതിയിൽ നന്ദനയെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബ്രേക്കാണ് കേട്ടോ. ബ്രേക്കിന് ശേഷം ഒരു ടാസ്ക്കാണ്. ടാസ്കിൻ്റെ പേര് വിജയ ചുംബനം. മുഖകാന്തി വർദ്ധിക്കാൻ പലതരം വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അതിൽ മുഖ്യം ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് മുഖ്യം ബിഗില എന്ന് പറയുന്ന പോലെ ശ്രീരേഖ ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട് കേട്ടോ. അതായത് 3 ടീം ആകണം, അതായത് 4 പേരടങ്ങുന്ന 3 ടീം. ആ 3 ടീമുകൾക്ക് 3 ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഗാർഡൻ ഏരിയയിൽ പോകുക, 4 പേരിൽ ഒരാൾ ലിപ്സ്റ്റിക്ക് വരച്ചു കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. 2 പേര് ഈ വരയും വാങ്ങിച്ചുകൊണ്ട് ലിപ്സ്റ്റിക്ക് ചുണ്ടിൽ വാങ്ങിയിട്ട് നേരെ ഒരാൾക്ക് പോയി ഉമ്മ കൊടുക്കണം. അപ്പോൾ ഒരാളുടെ ടീഷർട്ട് വെള്ള ടീഷർട്ട്, ആ ടീഷർട്ടിനകത്ത്
പുറത്ത് എത്ര ഉമ്മ കിട്ടുന്നോ അവർ ജയിക്കും. ഒരു ഉമ്മയുടെ പുറത്ത് ഉമ്മ വയ്ക്കാൻ പാടില്ല, മനസ്സിലായോ? അങ്ങനെ ഒരു ടീമിൽ നിന്നും 4 പേരാണ് പങ്കെടുക്കുന്നത്. ഒരാൾ ഉമ്മ വാങ്ങാൻ നിൽക്കുന്നു, 2 പേര് ഉമ്മ കൊടുക്കാൻ ഓടണം, ഒരാൾ ലിപ്സ്റ്റിക്ക് വരച്ചു കൊടുക്കുന്നു. ലിപ്സ്റ്റിക്കൊക്കെ വരച്ചു കൊടുക്കുന്നത് നല്ല ചേലാണ് കേട്ടോ. എന്തായാലും സായിയുടെ ടീമാണ് 39 ഉമ്മകൾ വാങ്ങിച്ചുകൊണ്ടത് ജയിച്ചിരിക്കുന്നത്. അങ്ങനെ ഉമ്മകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സായിയുടെ വിജയക്കൂടി ഇവിടെ പാറാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഋഷിയുടെ ടീമാണെങ്കിൽ 35 ഉമ്മകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജിൻഡോയുടെ ടീം 32 ഉമ്മകൾ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഉമ്മ വാങ്ങിച്ചിരിക്കുന്ന ടീമായ സായിയുടെ ടീമിന്, ടണൽ ഗ്രൂപ്പിന് കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട്. ജിൻഡോയുടെ ടീമൊക്കെ കണ്ടല്ലോ, ഇവരൊരു എന്താ പറയുക, ഒരു ബഫൂണിൻ്റെ രീതിയിലാണ് വരച്ചു വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പുതിയ ക്യാപ്റ്റന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നത് എന്താണ് പരിഷ്കാരം വരുത്താൻ പോകുന്നത്? ന്യായത്തിൻ്റെ കൂടെ നിൽക്കും സാർ. അപ്പോൾ ഇത്രയും കാലം അങ്ങനെയല്ലേ നിന്നെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പഴയ ക്യാപ്റ്റൻ ഋഷിയോട് പറയുന്നുണ്ട്, പെൺവേഷം കിട്ടിയില്ലേ, അത് നന്നായിട്ടുണ്ടെന്ന രീതിയിൽ. എല്ലാവരുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ആ ഒരു ഗെയിം കഴിഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഈ മുഖമെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ റസ്മിന് സംസാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നല്ല പെർഫോം ചെയ്ത ടീം ഏതാണെന്ന് ഡെൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അൻസീബ പറഞ്ഞിട്ടുണ്ട് ഇവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോറയും ഡെന്നിനും തന്നെ അപ്പം ഞങ്ങളൊരു പ്രത്യേകം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണെന്ന രീതിയിൽ നോറ സംസാരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് അപ്സര എതിർത്ത് സംസാരിക്കും. അപ്സര പറഞ്ഞു, സാർ ഞങ്ങളാണ് നല്ല പെർഫോം ചെയ്തത്, വന്ന ഗസ്റ്റുകൾക്ക് ഞങ്ങൾ നല്ല എൻ്റർടൈൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേര് ടെർമിനേറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് 4 പേര് റിസൈൻ ചെയ്തു, എങ്കിലും ഞങ്ങൾ നല്ല എൻ്റർടൈൻ ചെയ്തു എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പം എന്നാണെങ്കിൽ നമ്മുടെ ജിൻഡോ ആയിട്ട്, സാർ അയ്യോ പട്ടിപ്പണിയാണ് ചെയ്തത് സാർ, ഇവിടെ ഓരോ ബാത്റൂമും വീടും എല്ലാം തുടച്ച് ഇവരുടെ റൂമിൽ നിന്ന് ഒരുപാട് മുടി കിട്ടിയെന്ന രീതിയിൽ അപ്സരയുടെ റൂമിനകത്ത് കേട്ടോ. അപ്പോഴത്തേക്ക് റസ്മിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ റൂമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അവർ ചെറിയൊരു സംസാരം വരുന്നുണ്ട്. എന്തായാലും ഡെൻ ടീമിലെ നമ്മൾ ജിൻഡോ അടിപൊളിയായിട്ട് അവരുടെ ടീമിൽ ഹോട്ടൽ ടാസ്ക് നന്നായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീരേഖ ചോദിച്ചു, സാർ ഞങ്ങളാണ് സാർ നല്ലതായിട്ട് ചെയ്തതെന്ന രീതിയിൽ ശ്രീരേഖ പറയുന്നുണ്ട്. ലാലേട്ടന് പ്രത്യേകം അഭിനന്ദനം ശ്രീരേഖയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയണ്ടത്, വെഞ്ഞാറമൂട് സാബുവട്ടൊക്കെ ഗസ്റ്റിനൊക്കെ നല്ലോണം എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ ടീം എന്ന രീതിയിൽ അവാർഡ് മേടിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജിൻഡപ്പനും കൂട്ടുകാരുമാണ്. കഴിഞ്ഞ ആഴ്ച നെക്സ്റ്റ് ടീം അപ്സരയായിരുന്നു. അവരെ ട്രോഫി മേടിച്ച് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഗിഫ്റ്റ് വോച്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ തുടർന്നും ഈ ട്രോഫി കിട്ടാൻ വേണ്ടി പ്രയത്നിക്കൂ എന്ന് പറഞ്ഞിട്ട് വിജയ ചുംബനം ടാസ്കിൽ ജയിച്ചിരിക്കുന്ന സായി ആൻഡ് ടീമിന് ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് സായിയുടെ മാത്രം വിജയമാണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ എന്താണ് പവർ റൂമിനെ കുറിച്ചുള്ള നിർണായക തീരുമാനം എടുക്കേണ്ടെന്നല്ലേ. അപ്പോൾ ഈ ആഴ്ച പവർ റൂമിൽ അധികാരം കിട്ടിയിരിക്കുന്ന ഡെൻ ടീമിന് അഭിനന്ദനം കൊടുക്കുകയും മാത്രമല്ല ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ പവർ റൂമിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയത് ആരൊക്കെയാണ്? അപ്പോഴത്തേക്ക് ശ്രീരേഖ പോയിട്ട് 4 തവണ, റസ്മിന് 4 തവണ പോയിട്ടുണ്ട്, ജിൻഡപ്പനും പോയിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ ശ്രീരേഖയോട് ചോദിച്ചു, എന്താണെന്നറിയുമോ, ഇവിടെ ഈ പവർ റൂമിനകത്ത് പലർക്കും എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രീരേഖയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് രീതി ചോദിക്കുന്നത്. അതെ സാർ, ഇവിടെ എല്ലാവരും എന്താ പറയുക, അതിനകത്ത് കയറി കഴിഞ്ഞൊരു സ്വേച്ഛാധിപതിയെ പോലെയാണ് പെരുമാറുന്നു എന്ന രീതിയിൽ നമ്മുടെ ശ്രീരേഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിജുവാണ്, ഈ പവർ റൂമിനകത്ത് കയറിയ നോമിനേഷന് ഫ്രീ ആയിട്ട് നമുക്ക് സേവ് ആകാം, പക്ഷെ ഞാനിത് പറഞ്ഞിരിക്കുന്നത് ചെകുത്താൻ്റെ കോട്ട എന്നാണ്, തമാശയ്ക്ക് ഞാൻ പറഞ്ഞതാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രീതു, അയ്യോ സാർ എനിക്ക് താമരയിൽ കിടക്കണം സാർ, ഇപ്പോൾ സാർ എന്തോ ട്വിസ്റ്റ് കൊണ്ട് വരുന്നുണ്ട്, താമരയിൽ കിടക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ. അപ്പോൾ അപ്സര സുജോ പറഞ്ഞല്ലോ ചെകുത്താൻ്റെ കോട്ട എന്നുള്ളത്. അപ്പോൾ അപ്സരനെ എതിർക്കുന്നുണ്ട്, സാർ എനിക്കത് ചെകുത്താൻ്റെ കോട്ടയായിട്ട് തോന്നിയിട്ടില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു, എന്തായാലും ശ്രീധുവിന് താമരയിൽ കിടക്കാൻ നിങ്ങൾ ആദ്യം പോയി താമരയിൽ കിടക്കാൻ വേണ്ടി സ്ഥലം പിടിക്കും എന്ന രീതിയിൽ. അപ്പോൾ അർജുൻ ചോദിച്ചു, അയ്യോ ലാലേട്ടൻ അപ്പോൾ ലക്ഷറി ബഡ്ജറ്റ് നന്ദന ഓടി സ്റ്റോർ റൂമിൽ ഇപ്പോൾ വലിയ 3 ലഡു കൊണ്ടു കൊടുത്തു, ഓരോ ലഡു ഓരോ ഇലയുണ്ടെന്ന രീതിയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് അതിന് പവർ റൂമല്ല, പീപ്പിൾസ് റൂമാണ്. അപ്പോൾ എല്ലായിടത്തു നിന്നും ഒരു എന്താ പറയുക വിശദീകരണം തേടിയായിരുന്നു ഹൗസിലുള്ള അംഗങ്ങൾക്ക്. അപ്പോൾ ആർക്കും പവർ റൂമിനോട് താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ഇനി പീപ്പിൾസ് റൂമായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ എവിക്ഷനിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഏൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ ഔട്ടാകും. അപ്പോൾ അതാരാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും. ഔട്ടാകുന്നവർ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ 5 പേരും ഗാർഡൻ ഏരിയയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്സര, ജിൻഡോ, ശ്രീതു, സിജോ, ശ്രീരേഖ. ഇവർക്ക് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ പെഡസ്റ്ററിൻ്റെ അവിടെ നിൽപ്പുണ്ട്, ഇവരെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബോക്സിനകത്ത് ഇവർക്ക് പസിൽസും കൊടുത്തിട്ടുണ്ട് ഇവരുടെ പിക്ചറിൻ്റെ തന്നെ. അപ്പോൾ ആ പസിൽ ഇവർക്ക് പൂർത്തീകരിക്കണം. ആരുടെ ചിത്രമാണോ പൂർത്തീകരിക്കാൻ പസിൽസ് കിട്ടാത്തത് അല്ലെങ്കിൽ ചിത്രം പൂർത്തീകരിക്കാൻ പറ്റാത്തവർ ഈ ആഴ്ച ഇവിടെ നിന്ന് ഔട്ടാകുകയാണ്. അങ്ങനെ എല്ലാവരും സെർച്ച് ചെയ്ത് അവരവരെ പിക്ചറൊക്കെ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റി. അൺഫോർച്ചുനേറ്റ്ലി ശ്രീരേഖയുടെ ചിത്രം പൂർത്തീകരിക്കാൻ പറ്റില്ല. നല്ലൊരു ആക്ടറായിരുന്നു, ഏത് റോൾ കൊടുത്താലും നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹോട്ടൽ ടാസ്കിലൊക്കെ അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രേക്ഷക വിധി പ്രകാരമാണല്ലോ. ഇന്നലെ ശരണ്യെ പോയതിനേക്കാൾ ഇന്ന്
ഹൗസിലുള്ളവർക്ക് ചെറിയ വിഷമമൊക്കെ തോന്നി കേട്ടോ. ഞാൻ വന്നപ്പോൾ ആരുമില്ലായിരുന്നു. പോകുമ്പോൾ കരയാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടായാലോ എന്ന രീതിയിൽ സംസാരിക്കും. ജിൻഡോയും വന്ന് സംസാരിക്കുന്നു. സായി ചേച്ചിക്ക് തരാൻ വെച്ചിരുന്ന ഈ ഡയമണ്ട് പക്ഷെ പറ്റിയില്ല എന്നുള്ള അവസ്ഥയിൽ സംസാരിക്കുന്നുണ്ട്. എടാ നീ ഇവിടെ നിന്ന് ഞാൻ പോയാലും നീ എന്നും എൻ്റെ അനുജൻ തന്നെയാണെന്ന രീതിയിൽ സംസാരിക്കുന്നു. ഐ എം സോ ഹാപ്പി. ഞാൻ എന്തൊക്കെ നേടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അന്ന് ക്യാമറയിൽ തുളച്ചത് ഞാനാണെന്ന രീതിയിൽ ശ്രീരേഖ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നേഹസമ്മാനം കൊടുത്തു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആരും എന്നെ മറക്കരുത്. നന്ദനക്കുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മിസ് യു വെൽഡൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രീരേഖ ഈ ഹൗസിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. അതിനുശേഷം ലാലേട്ടനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഫോട്ടോസൊക്കെ എടുത്തു പോകാൻ സമയത്ത് നന്ദനയും അതുപോലെ ശ്രീരേഖ ഒന്നുകൂടി ഹഗ് ചെയ്ത് അവർ യാത്ര പറിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താ പറയണ്ടത്, നന്നായിട്ട് കളിച്ചു വരുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നല്ല എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയണ്ടത്, പ്രേക്ഷകരുടെ വിധിപ്രകാരമാണല്ലോ വാഴുന്നവരാരോ വീഴുന്നവരാരോ. ഈ ഗെയിമിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. എന്തായാലും സ്റ്റേജിൽ വന്ന് ലാലേട്ടനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ശ്രീരേഖ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ആ ഒരു വിഷ്വലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, നന്നായിട്ട് വരട്ടെ. ശ്രീരേഖയുടെ അമ്മയുടെ ആഗ്രഹം പോലെ എത്രയും പെട്ടെന്ന് ഒരു അമ്മയാകാനുള്ള ഒരു അനുഗ്രഹം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി വിഷ് ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നലെ ഇന്നുമായിട്ട് ശരണ്യയും ശ്രീരേഖയുമാണ് 9ാമത്തെ ആഴ്ചയിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞു അടുത്ത ആഴ്ച ഫാമിലി വീക്കാണ്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ലാലേട്ടനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് യാത്രയായിരിക്കാൻ നമുക്ക് ഇനി അടുത്ത ആഴ്ച ലാലേട്ടനുമായി കാണാം. അതിനുശേഷം വീട്ടിലെ കുറച്ച് രംഗം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. സിജു ആണെങ്കിൽ പവർ തൻ്റെ അടുത്ത് കറക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കാനായിട്ട്. അപ്പോഴത്തേക്ക് സായി പവർ ബില്ല് മുഴക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഉറക്കി കിടന്ന് പറയാണ് പവർ ബില്ല് മുഴക്കി ഞങ്ങൾ പറയുകയാണ്, പവർ റൂമിനെ പിരിച്ചുവിട്ടിരിക്കുന്ന രീതിയിൽ അവർ സന്തോഷ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. അൻസിബ മാത്രം മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഋഷിയും സിജോയായിട്ട് ഈ പവർ ബെല്ലും അതുപോലെ പവർ ദണ്ടൊക്കെ കൂട്ടിയിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാണ് ഞങ്ങളിതാ പവർ ബെല്ലും പവർ ദണ്ടും ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ രാജി വെച്ചിരിക്കുകയാണെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പവർ റൂമിൻ്റെ ഇനി അധികാരങ്ങളൊന്നുമില്ല. അപ്പോൾ പവർ റൂമിൻ്റെ അധികാരമില്ലാതെ ഇനി കണ്ടസ്റ്റൻ്റ് എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം അല്ലേ. അതിനുശേഷം ഋഷിയും അൻസിബയും കൂടി പവർ റൂമിൽ അത് താമരയിലേക്ക് കിടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എടാ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഞാൻ നല്ല ആളാണെന്നാണ്. അപ്പോൾ ഋഷി പറഞ്ഞു എടി നല്ലത് മാത്രം എടുക്കുക, അപ്പോൾ അതിന് ആരും നല്ലതൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിരിക്കുന്നത് കേട്ടോ. ഇന്നലെ ശരണ്യയും ഇന്ന് ശ്രീരേഖയുമാണ് ഔട്ടായിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും എൻ്റെ റിവ്യൂ കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ നല്ല നല്ല റിവ്യൂമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതാണ്. ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ. ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിപ്പോയി കേട്ടോ. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് പവർ റൂം എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് മാറ്റിയെന്ന ലാലേട്ടൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരുന്നു എനിക്ക് തോന്നി. അതായത് പവർ റൂമിനകത്ത് ഒരാൾ അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്, അങ്ങനെ ഈ പവർ റൂമിൻ്റെ പവർ ചോർന്നു പോയത് കൊണ്ട് ഞങ്ങൾ ഈ പവർ റൂം എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് മാറ്റുന്നു എന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ വേറെ ലെവലാവുമായിരുന്നല്ലേ. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നാളത്തെ റിവ്യൂമായി വരാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു വിജയ് രമേശ് വ്ലോഗിലെ ബിജി. കൂട്ടുകൂടണം, ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.